നമസ്കാരം. ഇന്ത്യയിലെ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായ ഇൻഫോസിസ് ഈ വർഷം അവരുടെ ലാഭവിഹിതം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ ഋഷി സുനകിന്റെ പത്നി അക്ഷത മൂർത്തിക്ക് ഏകദേശം 7.5 മില്യൺ പൗണ്ടാണ്, ഏകദേശം 82 കോടി ഇന്ത്യൻ രൂപ ലാഭവിഹിതമായി ലഭിക്കുക. ഈ വർഷത്തെ ഇടക്കാല ലാഭവിഹിതം 16.7% ഉയർത്തുകയായിരുന്നു കമ്പനി. ഇതോടെ അക്ഷത മൂർത്തിയുടെ ഓഹരി മൂല്യം 703 മില്യൺ പൗണ്ടായി ഉയർന്നിട്ടുണ്ട്. ആഗോളതലത്തിലുള്ള വരുമാനത്തിലും താൻ ബ്രിട്ടീഷ് നികുതി നൽകുമെന്ന് വ്യക്തമാക്കിയ അക്ഷതയ്ക്ക് ഇത്തവണ ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ പകുതിയോളം തുക, ഉദ്ദേശം 3 മില്യൺ പൗണ്ട് നികുതിയായി നൽകേണ്ടി വരുമെന്ന് വിദഗ്ധർ കണക്കുകൂട്ടുന്നു. ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യൻ പൗരത്വമുള്ള അക്ഷത മൂർത്തി നോൺ ഡൊമിസൈൽ സ്റ്റാറ്റസ് ഉപയോഗിച്ച് ബ്രിട്ടന് പുറത്തു നിന്നുള്ള വരുമാനത്തിന് നികുതി അടയ്ക്കാതെ ഒഴിയുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നായിരുന്നു അക്ഷത ഈ തീരുമാനമെടുത്തിരുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായ നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ താമസിച്ചിട്ടുള്ളവരിൽ ഏറ്റവും സമ്പന്നരായ ദമ്പതികളാണ് ഋഷി അക്ഷത ദമ്പതികൾ. ഈ വർഷത്തെ സൺഡേ ടൈംസിന്റെ സമ്പന്നരുടെ പട്ടികയിൽ ഇവരുടെ സ്ഥാനം 245 ആണ്. ബാംഗ്ലൂർ ആസ്ഥാനമായ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനാണ് അക്ഷത മൂർത്തിയുടെ പിതാവ് നാരായണമൂർത്തി. ഈ സ്ഥാപനത്തിൽ 0.94% ഓഹരികളാണ് അക്ഷതയ്ക്കുള്ളത്. അതിൻ്റെ ലാഭവിഹിതമാണ് 7.5 മില്യൺ പൗണ്ട്. UK-യിലെ ഡിവിഡൻഡ് ടാക്സിന്റെ ഉയർന്ന നിരക്കായ 39.35% നിരക്കായിരിക്കും അക്ഷതയ്ക്ക് ബാധകമാകുക. ഇതനുസരിച്ച് 2.9 മില്യൺ പൗണ്ട് നികുതി അക്ഷത അടയ്ക്കും. ബ്രിട്ടനിൽ സ്ഥിരതാമസമുള്ള മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നികുതിയിൽ നിന്നും സംരക്ഷണം നൽകുന്ന നോൺ ഡൊമിസൈൽ പദവി എടുത്തു കളയാൻ നേരത്തെ കൺസർവേറ്റീവ് സർക്കാർ തീരുമാനിച്ചിരുന്നു. അതുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് ലേബർ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്.